എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രാഖി അഷ്ടമന ആര്യവൈദ്യശാലയുടെ ചീഫ് കൺസൾട്ടന്റ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ട്രോക്കിനെ പറ്റിയാണ്. നമുക്കറിയാം, സ്ട്രോക്ക് എന്നാൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ശരീരം മൊത്തമായിട്ടോ ഉണ്ടാകുന്ന തളർച്ചയാണ്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾക്കുണ്ടാകുന്ന പ്രവർത്തന മാന്ദ്യമാണ്. നമ്മുടെ ഒ പിയിൽ വരുന്ന രോഗികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രധാന പ്രശ്നം സ്ട്രോക്ക് വന്ന് അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. രോഗിക്ക് മാത്രമല്ല, രോഗിയുടെ കൂടെയുള്ളവർക്കും. നമുക്ക് സ്ട്രോക്കിൽ ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതുവഴി രോഗിയുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ വർദ്ധിപ്പിച്ച് നല്ല ക്വാളിറ്റിയോടുകൂടി ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഒരു സ്ട്രോക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായ റിക്കവറി മാത്രമല്ല, അവരുടെ മാനസികമായ ബലം കൂട്ടുന്നതും ചികിത്സയുടെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രോഗിയുടെ കൂടെയുള്ള അവരുടെ ബന്ധുക്കളുടെയും ഒരു കൗൺസിലിങ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആയുർവേദ ചികിത്സയിൽ നമുക്ക് ഇൻറ്റേർണലി മാത്രമല്ല എക്സ്റ്റേണലിയും ഉള്ള ട്രീറ്റ്മെൻറ്റ് പ്രധാനമുള്ളതാണ്. ഈ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴി രോഗിയുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടുകയും അതുപോലെ ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത കൂടുകയും അതുവഴി രോഗികളുടെ മസിലിന് ബലം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ മസിലിൻ്റെ സ്പാസ്റ്റിസിറ്റിയും റിജിഡിറ്റിയും കുറഞ്ഞ് രോഗികളുടെ മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഈസി ആകും. ഈ സമയത്ത് രോഗികളെ നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതിന് പകരം ഈ സ്ട്രോക്ക് വന്ന രോഗികളെ പ്രൊസീജിയറും ചെയ്യാതെ സഡനായിട്ട് അവരെ നമ്മൾ എക്സസൈസോ ഒക്കെ ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ രോഗികൾക്ക് അതിഭയങ്കരമായ വേദന ഉണ്ടാവുകയും അതുപോലെ തന്നെ അവരുടെ മനസ്സുമെടുത്ത് അവർ എക്സസൈസ് ചെയ്യാൻ വിമുഖത കാണിക്കുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനാണ് നമ്മൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് വഴി, അതായത് ചികിത്സകളായിട്ടുള്ള നസ്യം, ശിരോധാര, അതുപോലെ ശരീരാഭ്യംഗ എന്ന് പറയുമ്പോൾ ബോഡി മസാജ്, അതുപോലെ നമ്മുടെ കിഴികളായിട്ടുള്ള ഇലക്കിഴി, നാരങ്ങക്കിഴി, ഞവരക്കിഴി മുതലായ ചികിത്സകൾ, അതുപോലെ വസ്തി ചികിത്സകൾ, ഇതൊക്കെ ചെയ്യുന്നത് വഴി രോഗിയുടെ ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത കൂടുകയാണ്. അതുവഴി രോഗിക്ക് മൂവ്മെൻറ്റ് ഈസി ആകുന്നതോടൊപ്പം എക്സസൈസ് ചെയ്യാനുള്ളൊരു മനസ്സ് കൂടി അവിടെ ഉണ്ടാകുന്നു. നമ്മൾ കൂടുതലും ഈ സ്ട്രോക്ക് പേഷ്യൻസ് ഒ പിയിൽ വരുന്നവരെ കാണുന്നത് ഇവർ വർഷങ്ങളായിട്ട് യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ഇവരുടെ മസില് റിജിഡായി പോയിട്ട് ഇവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ചില പേഷ്യൻസ് ആണെങ്കിൽ വോക്കർ പിടിച്ച് വളഞ്ഞ് നടന്ന് ഇവരുടെ ലംബാർ ഏരിയ വളഞ്ഞു തന്നെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നട്ടല് വളഞ്ഞു വരുന്ന ഈ രോഗികൾ മൂവ്മെൻറ്റും ആ ഒരു രീതിയിലായിരിക്കും. അങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അത്ഭുതകരമായ റിസൾട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇത് രോഗികൾക്കും ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സ്ട്രോക്ക് വന്ന രോഗികളെ മരുന്നുകൾക്ക് അടിമപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകാതെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ പഞ്ചകർമ്മ രീതിയിലൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗികളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ ഈസി ആയിരിക്കും. ഇന്ന് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻറ്റിനെ പരിചയപ്പെടാം. ഈ പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 12 ദിവസമായി. ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് ശരീരത്തിൻ്റെ വലതു ഭാഗത്തിന് ബലക്ഷയമാണ് വന്നിരിക്കുന്നത്.